കൂന്തൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടൊന്ന് കാണിക്കുന്നത്. കണവാന്നും ഇതിന് പറയും കൂന്തലിന്. അപ്പം എങ്ങനെ വൃത്തിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ എനിക്കറിയില്ല അതിനും എങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇമ്മൻ്റെത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇതേ ഇമ്മയാണ് ഇപ്പോൾ വൃത്തിയാക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അപ്പം ആദ്യം നമ്മൾ ഇതേ കൂന്തൽ എടുത്തിട്ട് ഒന്ന് അതിൻ്റെ മേലുള്ള തോൽ ഭാഗമൊക്കെ ഒന്ന് കളയുക. ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് തോലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കളഞ്ഞു കൊടുത്താൽ മതി. അപ്പം കംപ്ലീറ്റ് തോല് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ തലയുടെ ഭാഗം ഒന്ന് വലിച്ച് ഊരിയെടുക്കുക. അപ്പോൾ കൈ കിട്ടും. അപ്പോൾ ഒരു മുള്ളു പോലെ പോലത്തെ സാധനം തലഭാഗവും ഉണ്ടാവും. അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ തലേൻ്റെ കണ്ണിൻ്റെ താഴെയുള്ള ഭാഗം ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് പിച്ചി കൊടുത്താൽ മതി. ഇനി കണ്ണിൻ്റെ മേലെയുള്ള തലേൻ്റെ മേലെയുള്ള ഭാഗത്ത് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു പൊന്തി കിടക്കുന്നത് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ കണ്ണിൻ്റെ അവിടെ നിന്ന് നെക്കിയിട്ട് ഇതൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു നൂലും കിട്ടും. അതും കളയുക. എന്നിട്ട് ഈ കണ്ണിൻ്റെ മേലുള്ളത് ഈ ഭാഗം കൂടെ ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് തല ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ്. എന്നിട്ട് ഇത് എടുത്തിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും തല എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചത്. എന്നിട്ട് അത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ഭാഗം കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് എത്ര കൂന്തലിൻ്റെ വലിപ്പത്തിനനുസരിച്ചൊന്ന് മുറിച്ച് കൊടുത്താൽ മതി. ഇനി ചിലവർ വട്ടത്ത് തന്നെ മുറിച്ചെടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെയാണ് ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കൂന്തലും കൂടെ വൃത്തിയാക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതുപോലെ തോലൊക്കെ ഒന്ന് കളയുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പം ഇനി അതിലൊരു ക്ലാരിറ്റി ഇല്ലാത്തവർക്കൊന്നും കൂടെ ഒരു കൂന്തലും കൂടെ ക്ലീൻ ചെയ്യുന്നത് കാണിക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് മുഴുവനായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞെടുത്താൽ മതി. ഇപ്പം ഞാൻ കൂന്തൽ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എനിക്ക് ഏറ്റവും കൂന്തൽ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള റെസിപ്പിയാണ് അത്. അപ്പോൾ തലഭാഗമൊക്കെ ഒന്ന് മുറിച്ചിട്ട് തലേൻ്റെ അടിയിലുള്ള ഇതും കളഞ്ഞ് മേലുള്ള ഈ ഭാഗം ഈ ഒരു സാധനം കണ്ണിൻ്റെ ഭാഗത്തൊന്ന് നെക്കി പ്രസ് ചെയ്തിട്ട് അതൊന്ന് പുറത്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു നൂല് പോലത്തെ സാധനം കിട്ടും. അതും കളഞ്ഞ് മേലത്തെ ഈ ഭാഗം ഒന്ന് മുറിച്ചെടുത്താൽ മതി. ചില ആൾക്കാർ കൂന്തലിൻ്റെ തല ഒന്നും എടുക്കൂല കേട്ടോ. നമ്മൾ തല എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, തല എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇനി കൂന്തലിൻ്റെ ബാക്കിയുള്ള ഭാഗം നേരത്തെ കാണിച്ചതുപോലെ ഒന്ന് മുറിക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കൂന്തൽ കഴിച്ചിട്ടുള്ളതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ മീനുകളൊക്കെ ഉണ്ട്. ഇതേ നോക്ക്, ഇതുപോലത്തെ ഒരു കുഞ്ഞു മീനുണ്ട്. ഒരു 4 മീനോളം അത് കഴിച്ചതുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ കൂന്തൽ നേരത്തെ മുറിച്ചതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൂന്തൽ ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഞാൻ കൂന്തൽ ഉണ്ടാക്കിയപ്പോൾ അതിന് എന്നോട് 2-3 പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കുന്നതും കൂടി കാണിച്ചു തരാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതും കൂടി ചെയ്യാമെന്ന്. അപ്പോൾ കൂന്തൽ ഇതുപോലെ ബാക്കിയുള്ള കൂന്തലൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണം. താങ്ക്സ് ഫോർ വാച്ചിങ്.